നിതീഷ് കുമാറും JDU കഴിഞ്ഞ 15 വർഷത്തിനിടെ ഇതുപോലെ മുന്നണി മാറിയ മറ്റൊരു രാഷ്ട്രീയ നേതാവും പാർട്ടിയും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകില്ല. 12 വർഷത്തിനിടെ 4 തവണ 2013-ലും 2022-ലും NDAയിൽ നിന്ന് പുറത്തിറങ്ങി. 2017-ലും 2024-ലും മഹാസഖ്യമെന്ന ഇന്നത്തെ ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ തിരിച്ചു കയറി. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പ്രതിഷേധം ഉൾപ്പെടെ ഓരോ തവണയും നിതീഷിന് പറയാൻ ഓരോരോ കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ NDAയിലാണെന്ന് മാത്രമല്ല, തൻ്റെ കൂറ് പലപ്പോഴായി പരസ്യമാക്കുന്നുമുണ്ട്. താൻ NDA വിട്ട് എവിടേക്കും പോകില്ലെന്നാണ് പ്രഖ്യാപനം. നടന്നതെല്ലാം പഴങ്കഥയാണത്രേ. जरा सा एक बात हम कहेंगे कि इन्होंने जितना काम करवाया है बिहार के लिए, तो जरा खड़ा होकर के एक बार प्रणाम करिए, खड़ा होकर प्रणाम करिए. तो ये बहुत बड़ी बात है. इसलिए आप कहाँ बैठी हुई हो तुम लोग? है खड़ा हो, वहां बैठे हुए खड़ा हो, खड़ा होके बोलो सब जगह. तो सब जगह से आप लोगों ने उनका स्वागत किया. एक एक बात जाना है, इसलिए मैं आप सबको मैं बधाई देता हूं. बहुत बहुत धन्यवाद. राज्य सरकार तो कर ही रही है, अब इनका जो सहयोग मिल रहा है, इसलिए बिहार बहुत आगे बढ़ जाएगा, एक नया राज्य बनेगा. इन्हीं शब्दों के साथ आप सबको बहुत बहुत धन्यवाद. കഴിഞ്ഞ 5 മാസത്തിനിടെ രണ്ടാം തവണയാണ് ഇക്കാര്യം നിതീഷ് കുമാർ ആവർത്തിക്കുന്നത്. 2 തവണ പറഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ. ഒരു കാലത്ത് ബീഹാറിനെ മാത്രമല്ല, ഇന്ത്യയെ നയിക്കാൻ ശേഷിയുള്ള നേതാവായി കണക്കാക്കപ്പെട്ടിരുന്നു നിതീഷ് കുമാർ. എതിരാളികൾ ജംഗിൾ രാജ് എന്ന് പരിഹസിച്ചിരുന്ന ലാലു ഭരണത്തിന് ഫുൾ സ്റ്റോപ്പിട്ട് ബീഹാറിനെ നിതീഷ് നയിക്കാൻ തുടങ്ങിയിട്ട് വർഷം 20ആയി. സദ്ഭരണ പ്രതിച്ഛായയിലൂടെ സുശാസൻ ബാബു അഥവാ മികച്ച ഭരണാധികാരി എന്ന പേരെടുത്തു. പക്ഷേ ഇടയ്ക്കിടെയുള്ള കൂടുമാറ്റത്തോടെ അദ്ദേഹത്തിന് പുതിയ വിളിപ്പേര് വന്നു, പൾട്ടൂറാം അഥവാ തരം പോലെ കളം മാറുന്നവൻ. ലാലു തന്നെയാണ് മുൻപ് നിതീഷിനെ ഇങ്ങനെ പരിഹസിച്ചത്. ഇപ്പോൾ പലരും വിളിക്കുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് NDAയിലേക്ക് തിരിച്ചെത്തിയ നിതീഷ് ആ ചാഞ്ചാട്ടക്കാരൻ പ്രതിച്ഛായ ഇല്ലാതാക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. അതിന് കാരണവുമുണ്ട്. പതിനേഴ് വർഷത്തെ ബന്ധമുപേക്ഷിച്ചാണ് NDAയുടെ അനിശ്ചിത നേതാവായ നിതീഷ് 2013-ൽ മുന്നണി വിട്ടതും 2015-ലെ തെരഞ്ഞെടുപ്പിൽ ലാലുവുമായി കൈകൊടുത്തതും. പിന്നീട് തിരിച്ചെത്തിയപ്പോഴും അതിന് ഇടിവൊന്നും സംഭവിച്ചില്ല. പക്ഷെ 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഥ മാറി. അതുവരെ ബീഹാർ NDAയെ നയിച്ചിരുന്ന JDU BJPക്ക് പിന്നിൽ രണ്ടാം കക്ഷി മാത്രമായി. അതും ചെറിയ വ്യത്യാസമായിരുന്നില്ല. BJPക്ക് 74 സീറ്റ്, JDUവിന് 43 പേർ മാത്രം. മുന്നണി പുറത്താക്കിയ ചിരാഗ് പാസ്വാൻ JDUവിനെതിരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ചോർത്തി. അതായിരുന്നു കനത്ത പ്രഹരത്തിന് പ്രധാന കാരണം. അംഗബലത്തിൽ 31 പേരുടെ കുറവുണ്ടായിട്ടും നിതീഷിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി BJP. നിതീഷ് ആകട്ടെ പിന്നെയും മുന്നണി വിട്ടു. ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മടങ്ങിയെത്തിയപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടിയില്ല. 2022-ൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ചരട് വലിച്ച ചിരാഗ് ഇപ്പോൾ NDAയിലുണ്ട്. ഒരുപക്ഷെ 2005-ന് ശേഷം ആദ്യമായാകും ഇത്രയേറെ പ്രതികൂല സാഹചര്യത്തിൽ നിതീഷ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 2020-ലെ പ്രകടനമാണ് മാനദണ്ഡമെങ്കിൽ സീറ്റ് വിഭജന ഘട്ടത്തിൽ JDUവിന്മേൽ വലിയ സമ്മർദ്ദമുണ്ടാകും. 2020-ൽ JDU 122-ഉം BJP 121 സീറ്റുകളുമാണ് വീതിച്ചെടുത്തത്. ഇത്തവണ സീറ്റ് പങ്കിടുമ്പോൾ കുറയാതെ നോക്കണം. മറ്റൊന്ന്, നിതീഷ് കുമാറിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച. സംസ്ഥാനത്തെ ഒരിക്കൽ കൂടി നയിക്കാനുള്ള ആരോഗ്യം നിതീഷിനില്ലെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന വാദം. ഒരിക്കൽ നിതീഷിന്റെ വിശ്വസ്തനും ജൻസുരാജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ നിതീഷ് കുമാർ മാനസികമായി ആരോഗ്യവാനല്ലെന്ന് വരെ പറഞ്ഞു വെച്ചു. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കണമെന്നും പ്രശാന്ത് കിഷോർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് നൽകിയ BJP ഇത്തവണ ഭരണം കിട്ടുകയും JDUവിന് സീറ്റ് കുറയുകയും ചെയ്താൽ അതിന് തയ്യാറായേക്കില്ല എന്ന സംശയം നിതീഷിനുണ്ടാകാം.
നിതീഷും നമുക്ക് മുന്നിൽ മഹാരാഷ്ട്ര ഉദാഹരണമാണ്. 2014 അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്ക് നൽകാതെ BJP ഏറ്റെടുക്കുകയായിരുന്നു. അതാണ് ശിവസേന NDA വിടാനുള്ള വഴി തുറന്നു വെച്ചത്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ BJP അത്തരമൊരു സാഹസത്തിന് മുതിർന്നേക്കില്ലെന്ന് കരുതാം. അവ്യക്തതകൾ ഏറെയായിരിക്കെ NDAയിൽ തൻ്റെ ആധിപത്യം കുറയ്ക്കാൻ മുന്നണിക്കുള്ളിലെ എതിരാളികൾ തന്നെ ചാഞ്ചാട്ടക്കാരൻ പ്രതിച്ഛായ എടുത്തുപയോഗിക്കാതിരിക്കാനാണ് നിതീഷിൻ്റെ ഈ ആവർത്തിച്ചുള്ള കൂറുപ്രഖ്യാപനം.